ഹിജറ വർഷം 1446. ഒരു പുതുവർഷം കൂടി സമാഗതമായിരിക്കുകയാണ്. ആയുസ്സിലെ വലിയൊരു അംശം കൊഴിഞ്ഞു പോകുന്നു എന്നും പറയാം. ലോകത്തങ്ങോളമിങ്ങോളമുള്ള മുസ്ലിങ്ങളുടെ കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആസ്പദമാക്കുന്ന ഹിജറ വർഷം. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത വർഷം കൂടിയാണ് ഹിജറ 1. ദൈനംദിന ജീവിത തിരക്കുകൾക്കിടയിൽ തീരാറായ വഴിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ പുതുവത്സരാശംസകളും. ജനിച്ചതു മുതൽ അനേകം കാലം പിന്നിട്ടിരിക്കുന്നുവെന്നും ഭൗതിക ജീവിതത്തിൻ്റെ അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നും ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ താനും മരണവും തമ്മിലുള്ള അകലം ഒരു വർഷം കൂടി കുറഞ്ഞിരിക്കുന്നു. പുനരാലോചിക്കാനുള്ള അവസരം കൂടിയാണിത്. എൻ്റെ സമുദായത്തിൻ്റെ വയസ്സ് 60-നും 70-നും ഇടയിലാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി എത്ര ദൂരം മുന്നിലുണ്ടാവും? 10-20 വയസ്സുവരെ പഠനം, പിന്നെ ജോലി തേടിയുള്ള അലയൽ, അപ്പോഴേക്കും വിവാഹം, പിന്നെ സന്താനങ്ങളായി, തുടർന്ന് വീട് പണിയാനുള്ള നെട്ടോട്ടമായി. നാട്ടിലും മറുനാട്ടിലും അനേകം വർഷങ്ങൾ മഴയും വെയിലും കൊണ്ട് മഴ നനയാതെ അന്തിയുറങ്ങാൻ ഒരു വീടാകുമ്പോഴേക്ക് മക്കളെ കെട്ടിച്ചയക്കാനുള്ള തിടുക്കമായി. എല്ലാ ചുറ്റുപാടുകളും കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാൻ നോക്കുമ്പോൾ കാലമേറെ കഴിഞ്ഞിരിക്കും. പഴയ ആവേശവും ആത്മവീര്യവും കെട്ടുപോയിരിക്കും. താടിയും മുടിയും നരച്ച്, ശബ്ദം കനത്ത്, ആർക്കൊക്കെയോ ഭാരമായി. പിന്നെ ഒരു ചടങ്ങാണ്. ചട്ടപ്രകാരം ഡോക്ടർമാരെ കാണിക്കലും, മുറ പോലെ ഹോസ്പിറ്റലുകൾക്ക് കാണിക്ക വയ്ക്കലും, വയസ്സായവരെ പെട്ടെന്ന് പറഞ്ഞയക്കാനുള്ള തത്രപ്പാടാണ് ഇന്ന് ബന്ധുക്കൾക്ക്. ഭാവിക്ക് വേണ്ടിയാണ് പഠിക്കുന്നതെന്നും ഭാവിക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നതെന്നും ഭാര്യയും മക്കളുമൊത്ത് ഭാവിയിൽ സുഖമായി കഴിയാനാണ് വീട് പണിയുന്നതെന്നുമൊക്കെ പലരും പറയും. സ്വന്തം കാലിൽ എണീറ്റു നിൽക്കാൻ കഴിയുന്ന കാലമത്രയും ഇങ്ങനെ ഭാവിക്ക് വേണ്ടി കഷ്ടപ്പെടും. അപ്പോൾ എണീറ്റു നടക്കാൻ പോലുമാവാത്ത വയസ്സുകാലത്തെ കുറഞ്ഞ നാളുകൾ മാത്രമാണോ ഭാവി? അനശ്വരമായ നാളേക്കായി വല്ലതും സമ്പാദിക്കാൻ ഈ തിരക്കുകൾക്കിടയിൽ മിക്കയാളുകളും മറന്നുപോകുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിക്കാലവും കൗമാരവുമൊക്കെ സ്വപ്നത്തിലെന്ന പോലെ കഴിഞ്ഞിരിക്കും. നാളേക്കായി വല്ലതും ചെയ്യാമെന്ന് കരുതുമ്പോഴേക്ക് ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷം കാലഘട്ടവും കഴിഞ്ഞിട്ടുണ്ടാകും. സ്വാഭാവിക മരണത്തിനപ്പുറം വാർദ്ധക്യത്തിലെത്തും മുമ്പേ പരലോകം പൂകുന്ന വലിയ മറ്റൊരു വിഭാഗമുണ്ടെന്നതും ഇവിടെ സ്മരണീയമാണ്. അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കാനും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പുനരാലോചിക്കാനുമുള്ള അവസരമാണ് വിശ്വാസിക്ക് ഓരോ പുതുവത്സരവും സമ്മാനിക്കുന്നത്. ദൈവിക ശിക്ഷയെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും പരീക്ഷണങ്ങളെക്കുറിച്ചും ഓരോ ഹിജറ വർഷാരംഭവും നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ വഴിത്തിരിവായ ഹിജറക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോപ്പുകൂട്ടി തുടങ്ങിയത് മുഹറം മാസത്തിലാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജന്മനാടും കൂട്ടുകുടുംബവും ത്യജിക്കാനുള്ള സന്നദ്ധതയാണ് ഹിജറ. സമർപ്പണമാണ് അത് നൽകുന്ന സന്ദേശം. ലോകത്ത് ആദ്യമായി മഴ വർഷിച്ചത്, നമ്രൂദിൻ്റെ അഗ്നികുണ്ടാരത്തിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മോചനം, അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ രോഗശമനം തുടങ്ങിയ അനേകം സംഭവങ്ങൾ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നടന്നിട്ടുള്ളത്. ഷഹ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസം എന്നാണ് ഈ പരിശുദ്ധമായ മുഹറത്തെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിശേഷിപ്പിച്ച് നൽകിയിട്ടുള്ളത്. പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാൻ ശ്രദ്ധിച്ചിരുന്ന മാസവുമാണ് മുഹറം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടതും ഫറോവ ചെങ്കടലിൽ മുങ്ങി മരിച്ചതും മുഹറം മാസത്തിലായിരുന്നു. നിന്റെ പിൻഗാമികൾക്ക് ദൃഷ്ടാന്തമാവാൻ വേണ്ടി നിന്നെ ഞാൻ സൂക്ഷിച്ചു വെക്കും എന്ന വിശുദ്ധമായ ഖുർആനിക വചനത്തെ അനർത്ഥമാക്കി ഇന്നും ഫറോവയുടെ ജഡം കൈറോ യൂണിവേഴ്സിറ്റിയിൽ മ്യൂസിയത്തിൽ കേടുപാടുകളൊന്നുമില്ലാതെ
സംരക്ഷിച്ചു കൊണ്ടേയിരിക്കപ്പെടുന്നു.